ഇത് ആരുടെ വസ്തുവാണ്? പിണറായി വിജയൻ സാറിന്റെ വസ്തുവാണ്. അതേ മരുമകന് ശ്രീധനായിട്ട് കൊടുത്ത മന്ത്രി റിയാസിന്റെ വസ്തുവാണ്. കോർപ്പറേഷന് വേണമെങ്കിൽ ഇതെല്ലാം ഈ പറഞ്ഞ വ്യക്തികളുടെ എന്നാണ് പിടിക്കേണ്ടത്. ഈ വീഡിയോ ഈ മനുഷ്യൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ? സ്വന്തം ഭൂമി പിടിച്ചു വെക്കുന്ന സർക്കാരിൻ്റെ ഈ വൃത്തികെട്ട നയത്തോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സഹാക്കരുടെ പ്രിയപുത്രി ആര്യ രാജേന്ദ്രൻ വിവാദങ്ങളുടെ നായിക അല്ലെങ്കിൽ തോഴി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആറ്റുകാൽ പൊങ്കാല നടത്താതെ തന്നെ പൊങ്കാലയുടെ ചെലവൊക്കെ വാങ്ങിയ നമ്മുടെ ആര്യ രാജേന്ദ്രൻ ഒരു പാവം KSRTCയിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന യദുവിനൊരു നല്ല ഓണം പോലും ആഘോഷിക്കാൻ ഇത്തവണ കഴിയില്ല. മാഡം കിടന്ന് ഓണത്തിന് അട്ടഹാസവും ആഡംബരമൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടു. ഇത് തെറ്റ് ചെയ്ത ആരാണെങ്കിലും അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി ഇതിൻ്റെ താഴെ പൊങ്കാലയിട്ടോണ്ട് വന്നാലും ഒരു പ്രശ്നവുമില്ല. ഓണമെന്നും പറഞ്ഞ് മാഡത്തിൻ്റെ പാട്ടും ഓണ ലോഡിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നുണ്ട്. പാവം ആ യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജോലി ഇല്ലാതാക്കി ഒരു തെറ്റും ചെയ്യാത്ത ആ ചെറുപ്പക്കാരനെ ക്രൂശിച്ച് നാണം കെടുത്താനൊക്കെ ശ്രമിച്ച് അവസാനം തെറ്റുകാരി മേയറമ്മയാണെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ ആർക്കും മിണ്ടാട്ടവും ഇല്ല, ആർക്കും ഒന്നും പറയുകയും വേണ്ട. മേയറമ്മയെ സംരക്ഷിക്കുക എന്നുള്ള, മേയറമ്മയും ഭർത്താവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സഹാക്കന്മാരുടെ പ്രധാനപ്പെട്ട ആഭ്യന്തര കാര്യങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശിയായ ഷാൻ അദ്ദേഹം ഒരു ആരോപണവുമായി രംഗത്ത് വരികയാണ്. അദ്ദേഹം പറയുന്നത് തൻ്റെ മാതാവ് ലൈല ബീബിയുടെ ഉടമസ്ഥതയിൽ വരുന്ന സ്ഥലം തിരുവനന്തപുരം കോർപ്പറേഷന്റെ സ്ഥലമെന്നാണ് അവർ പറയുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ഡ്രെയിനേജ് പദ്ധതിയുണ്ട്. അതായത് 85 ലക്ഷത്തോളം രൂപ ചെലവാക്കി നടത്തുന്ന ഒരു ഡ്രെയിനേജ് പദ്ധതി. ആ പദ്ധതിക്കെതിരെയാണ് ഇപ്പോൾ ഈ മുട്ടത്തറ സ്വദേശിയായ ഷാൻ എന്ന് പറയുന്ന ആള് രംഗത്തെത്തുന്നത്. അദ്ദേഹത്തിന്റെ അമ്മയുടെ സ്ഥലം ഈ കോർപ്പറേഷൻ ഏറ്റെടുത്ത ഭൂമി എന്ന വ്യാജേന കോർപ്പറേഷൻ അതിക്രമിച്ച് കയറി കൈവശപ്പെടുത്തുക മാത്രമല്ല അവിടെ ഡ്രെയിനേജും കെട്ടിയെന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആരോപണമാണ്. കോർപ്പറേഷൻ പരാതി നൽകിയിട്ട് കോർപ്പറേഷൻ ആ പരാതി അവഗണിച്ചു എന്നാണ് പറയുന്നത്. കണ്ടവന്റെ ഭൂമി കൈക്കലാക്കി വച്ചിട്ട് ആ ഭൂമി കൈക്കലാക്കി വച്ചിട്ട് അത് കോർപ്പറേഷന്റെ ഭൂമി എന്ന് പറയുക മാത്രമല്ല ആ ഭൂമിയിൽ ഡ്രെയിനേജും കെട്ടി 85 ലക്ഷം രൂപയുടെ പദ്ധതി എന്നാണ് പറയുന്നത്. 85 ലക്ഷം രൂപയോളം ആ കോർപ്പറേഷൻ ഒരു പദ്ധതിയുടെ പേരിൽ മാത്രം ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ ഒരു പദ്ധതിയുടെ പേരിൽ മാത്രം 85 ലക്ഷത്തോളം രൂപ മുക്കിയെന്ന ആരോപണമാണ് ഈ ഷാൻ നടത്തുന്നത്. മാത്രമല്ല ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നത് വരെ അദ്ദേഹം സമരവുമായി മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി പ്രശ്നത്തിൽ ഇടപെട്ടില്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇദ്ദേഹം സമരവുമായി ഇറങ്ങുമെന്നുമാണ് പറയുന്നത്. ആത്മഹത്യ അടക്കമുള്ള നടപടികളിലേക്ക് തൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ അദ്ദേഹം കടക്കുമെന്നാണ് പറയുന്നത്. 3 തവണ പ്രസ് മീറ്റ് നടത്തിയിട്ട് വിഷയത്തിൽ ഒരു കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ഭൂമി, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഭൂമി കൈവശപ്പെടുത്തിയിട്ട് അവിടെ ഡ്രെയിനേജും കെട്ടി 85 ലക്ഷം രൂപയുടെ പദ്ധതി പറഞ്ഞുകൊണ്ട് ആ പൈസയും മുക്കിയിട്ട് വെറും നാറിയ കളികളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരോപണം. ഈ ആരോപണം ശരിയാണ് എങ്കിൽ ആര്യ രാജേന്ദ്രൻ നിങ്ങൾ കാണിക്കുന്നത് വെറും നാണം കെട്ട പരിപാടിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലേശം ഉളുപ്പ് വേണം. മറ്റുള്ളവൻ്റെ ഭൂമി, ഇദ്ദേഹം പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ മാത്രം മറ്റുള്ളവൻ്റെ ഭൂമി കയ്യിൽ വച്ചേക്കുന്ന കോർപ്പറേഷൻ്റെ ഈ ഉളുപ്പില്ലായ്മ കോർപ്പറേഷൻ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ലൈല ബീബി എന്നൊക്കെ പറയുന്ന വയസ്സായ സ്ത്രീകളായിരിക്കും. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പൊരുതാനോ പോരാടാനോ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഈ പാവപ്പെട്ടവൻ്റെ ഭൂമി കൈക്കലാക്കുക എന്നുള്ളതാണോ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നത്? പാവപ്പെട്ടവൻ്റെ ഭൂമി നിങ്ങളുടേതാക്കി അതിക്രമിച്ച് കയറുക, എന്നിട്ട് അത് നിങ്ങളുടേതാക്കുക, അതിനുശേഷം അതിൽ ഡ്രെയിനേജ് കെട്ടുക. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പ്രമാണവും ഈ ഭൂമിയുടെ മറ്റു കാര്യങ്ങളുമൊക്കെ ഈ ഷാനിൻ്റെ കൈവശമല്ലേ? അതെങ്ങനെയാണ് നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഒരു ഭൂമി കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലായി. ഇനി നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഭൂമിയിലേക്ക് അതിക്രമിച്ച് കയറി ഇവർ ഡ്രെയിനേജ് കെട്ടിയെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവരുടെ കോർപ്പറേഷൻ ഏറ്റെടുത്ത ഭൂമി എന്ന വ്യാജേന ഈ ഭൂമി, ഇദ്ദേഹത്തിൻ്റെ ഭൂമി കോർപ്പറേഷൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലത്ത് അതിക്രമിച്ച് കയറി കൈവശപ്പെടുത്തിയെന്നാണ് പറയുന്നത്. മാത്രമല്ല ഭൂമിയിൽ ഡ്രെയിനേജും കെട്ടി.
എന്തായാലും ഇത്തരം നടപടികളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പാവപ്പെട്ടവന്റെ ഭൂമി കൈവശപ്പെടുത്തുക, അതിനുശേഷം ആ ഭൂമിയിൽ ഡ്രെയിനേജ് കെട്ടുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് ഈ ഭൂമി എന്ന് പറയുന്നത് പിണറായിയുടെ വകയല്ല, പിണറായിയുടെ മകളുടെ വകയല്ല, മരുമകന് ശ്രീധരൻ കിട്ടിയ വകയല്ല, ഇത് എൻ്റെ ഉമ്മയുടെ ഭൂമിയാണ്. ആ ഭൂമിയിൽ ഇത്തരത്തിൽ നെറിയേടുകൾ കാണിച്ചാൽ, ഇത്തരത്തിൽ നാറിയ പണികൾ കാണിച്ചാൽ ഞാൻ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. കോർപ്പറേഷൻ്റെ പല നടപടികളും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ആര്യ രാജേന്ദ്രൻ്റെ ഒരു പക്വതക്കുറവ്, സഹാക്കന്മാർ ഒരു ചെറു ബാലസംഘത്തിൽ നിന്നൊക്കെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വലിയ രീതിയിൽ എഴുന്നള്ളിച്ചുകൊണ്ട് ആ കസേരയിലിരുത്തി, ഒരു മേയർ കസേരയിലിരുത്തി, അടുത്ത MLA ആക്കും. സ്വാഭാവികമായും അടുത്ത് MLA സ്ഥാനം, ഇനിയും മേയർ സ്ഥാനം ഉണ്ടാകില്ല. മേയർ എന്ന് പറഞ്ഞ് മൊത്തത്തിലൊരു ഒരു നാണക്കേട് സർക്കാരിന് ഉണ്ടാക്കി കൊടുത്തു. കാരണം വിവാദങ്ങളുടെ രാജകുമാരിയാണ് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത്. സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടുകളൊന്നും നമ്മൾ ആര്യ രാജേന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അവരവരുടെ രാഷ്ട്രീയം എപ്പോഴൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുമോ ആ രാഷ്ട്രീയം പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രം കോർപ്പറേഷൻ്റെ ഭരണം നടത്തുന്ന ഒരാളാണ് ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന പലർക്കും തൃപ്തികരമായിട്ടല്ല പലരും ജോലി ചെയ്യുന്നതെന്നൊക്കെയുള്ള മുറവിളികൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങൾ, പൊങ്കാല നടത്താതെ തന്നെ പൊങ്കാലയ്ക്ക് വേണ്ടി ചെലവാക്കിയ പണത്തിൻ്റെ കണക്കുകളൊക്കെ കേട്ട് ആറ്റുകാൽ ദേവി പോലും കണ്ണു തള്ളിപ്പോയി എന്നാണ് പറയുന്നത്. ആറ്റുകാൽ അമ്മ പോലും നെഞ്ചത്തടിച്ച് എൻ്റെ അമ്മയെന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. അത്രമാത്രം കാര്യങ്ങളാണ് ഈ ആറ്റുകാൽ അമ്പലവുമായി ബന്ധപ്പെടുത്ത ആ സമയത്ത് ഉണ്ടായത്. കൊറോണ ബാധിച്ചിരുന്ന സമയമാണപ്പോൾ. ആ സമയത്ത് പൊങ്കാല നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ നടത്താൻ കഴിയാതെ വന്നപ്പോൾ അത് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ശുചീകരണത്തിനും ഇഷ്ടികയ്ക്കും ഇല്ലാത്ത പൊങ്കാലയ്ക്ക് എങ്ങനെയാണ് ഇഷ്ടിക ഉണ്ടായതെന്നൊക്കെ ഇപ്പോഴും ഒരു ചോദ്യമാണ്. അങ്ങനെ അതുമാത്രമല്ല പലരും ഇവരുടെ സൗകര്യത്തിനൊത്ത് പലർക്കും പാർക്കിംഗ് ഉണ്ടാക്കി കൊടുക്കുക, പല വലിയ ബിസിനസ്സുകാർക്കും പാർക്കിങ്ങിന് അവസരം ഉണ്ടാക്കി കൊടുക്കുക. കോർപ്പറേഷൻ്റെ വകയിൽ പാവങ്ങൾക്ക് പാർക്ക് ചെയ്താൽ ഫൈൻ അടിക്കും, വലിയവന്മാർ പാർക്ക് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ കോർപ്പറേഷനെ മുഴുവൻ തല കുത്തി മറിച്ച് കോർപ്പറേഷൻ്റെ ഭരണം അലങ്കോലമാക്കി ജനങ്ങൾക്ക് പോലും അല്ലാത്ത ഒരു രീതിയിലേക്ക് കോർപ്പറേഷൻ ഭരണം, തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ ഭരണം ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ കൈകടത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് പറയുന്നത് എൻ്റെ വസ്തു തിരുവനന്തപുരം കോർപ്പറേഷൻ അതിക്രമിച്ചു കയറി അവിടെ ഡ്രെയിനേജ് കെട്ടി ഈ പേരും പറഞ്ഞുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ 85 ലക്ഷം രൂപയോളം മുക്കിയെന്നാണ് തിരുവനന്തപുരം സ്വദേശിയുടെ ആരോപണം. ഈ ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായും സർക്കാർ ഇതിൽ ഇടപെടേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ്. സർക്കാർ ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പിന്നെ കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നിങ്ങൾ കാണിക്കുന്ന ഒരു ചെറിയ പ്രശ്നം പോലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നൊരു വീഴ്ച വലിയ രീതിയിൽ അത് ജനങ്ങളെ അത് ബാധിക്കും, അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കും. അത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചുകൊണ്ട് ആര് നിൽക്കുന്ന ഒരു മണ്ഡലത്തിലും ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് എങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്ന കാര്യങ്ങൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ആര്യ രാജേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നടക്കുകയില്ല എന്നുള്ളത് കണ്ടറിയാം.